ഓട്ടോ ഓടിച്ച് വന്നിട്ട് ചെയ്യുന്ന പണിമുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഭാര്യക്ക് സുഖേടായി പോയി, സുഖമില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ കഞ്ഞി വെക്കണം. കഞ്ഞീൻ്റെ അരി ഇങ്ങനെ കഴുകുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അത് നോക്കണം. അതല്ലാതെ ഇതൊന്നും നോക്കണ്ടില്ലേന് ഒരു സംഗതിയും. ഒരു സംഗതി അറിയൽ എന്തെന്നാ ഉണ്ടാക്കുന്നത്, എന്തെന്നാ തരുന്നതെന്ന്. പണിയും കഴിഞ്ഞ് വന്നിട്ട് അപ്പാട് മേലും കഴി അപ്പാട് തീന്മേശ കുട്ടിഞ്ഞാൽ മതി, എന്നും നോക്കണ്ട. ഇതിപ്പോൾ എന്തെന്നാ ഉണ്ടാക്കേണ്ടത്, എന്തെന്നാ ചെയ്യേണ്ടതെന്ന് ഒരു തിരുപാടും കിട്ടുന്നില്ല. എല്ലാം ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഭയങ്കര പ്രശ്നം തന്നെ. ഇതൊന്നും നോക്കലില്ലായിരുന്നു ആദ്യത്തെ. ഇപ്പോഴത്തെ ലേശ അസുഖമായ എല്ലാം കുഴങ്ങിപ്പോയി. മോളതാ നിങ്ങളറിയോ, ഇന്ന് എൻ്റെ മോളാണ് കോനായി എല്ലാം തുടച്ചത്. ഞാൻ ആയിമെന്ന് കസേരമെന്ന് തോർത്ത് മറ്റേ ഈ വടിയില്ലേ, വടിയിൽ വെള്ളം ഇതിൻ്റെ മോപ്പ് അതിൽ വെള്ളം മുക്കി കൊടുത്തിട്ട് മെല്ലെ നോളെ കൊണ്ട് ഇരുന്നിട്ട് തുടപ്പിച്ച. ഇപ്പം അത് ക്ഷീണം പിടിച്ചു പോയി. ഇതാണ് കണ്ടോ എന്നെ കൊണ്ടിട്ടാ 12 നിൽക്കൊണ്ട് പണിയും കിച്ചനെ കൊണ്ട് കാര്യം എന്താ കാര്യം സമയപ്പോൾ എനിക്ക് കൂടി ഇപ്പം ഞാൻ അത് കിടന്നതാ വേദന സഹിക്കാനാണ് ഇപ്പം. ഞാൻ എപ്പോ ചോദിക്കും ഇവളോട്, എന്തെന്നാ എനിക്ക് മലമറിക്കാനുണ്ട്, ഇവിടെ എന്ത് പണിയാണല്ലേ, ഒരു ചോറ് വെക്കണം, അത് കറിയും വെക്കണം, അതെന്ത് ആ ഒരു പണിയായത്. ഇപ്പല്ലേ ഇതിന്റെ വിഷമെല്ലാം മനസ്സിലാന്ന്. നമ്മളിങ്ങനായിട്ട് കീഞ്ഞു നോക്കുമ്പോ മലമറിക്കുന്ന പണിയല്ലേ ഇതാർക്ക് കയ്യോ. മലമറിക്കുന്ന പണിയല്ലേ ഇത്, ചില്ലറപ്പെട്ട പണിയാ മോളെ അമ്മാരും ചെയ്യുന്നേ. നമുക്ക് ഇപ്പല്ലേ ഇതിന്റെ അനുഭവം അറിയുന്നേ. ഇത്ര പ്രയാസമുണ്ട്. നമ്മൾ വിചാരിക്കും മേശമലെത്തി നല്ല സുഖമായിട്ട് വെട്ടി വിഴുങ്ങല്ലേ, സന്തോഷല്ലേ എനിക്ക്. മീനും കറിയും ചോറും പിട്ടും എല്ലാം നല്ല സമാധാനത്തിൽ തിന്നല്ലേ. ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ഒരു വീട് നോക്കുന്ന എല്ലാ സ്ത്രീകളെയും ഞാൻ നമിക്കുന്നു. അതുമാത്രമല്ല, ഈ പെണ്ണുങ്ങളെ കുട്ടികളെയും മറ്റവരെ ചെറിയ ചെറിയ കുട്ടികളെല്ലാം ഇങ്ങനെ പ്രായമുള്ള ആൾക്കാരെ എല്ലാം കൂടി നോക്കി ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെ, വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ നമിക്കുന്നു ഞാൻ.